ഇന്ന് മകരം 1-ാം തീയതി. ഇത് മാട്ടുപ്പൊങ്കൽ മാസമാണ്. തമിഴ്നാട്ടിലും അതിർത്തി ഗ്രാമങ്ങളിലുമൊക്കെ സമൃദ്ധിയുടെയും കാർഷിക വിളവെടുപ്പിൻ്റെയും ഒക്കെ വരവറിയിച്ചുകൊണ്ട് പൊങ്കൽ ആഘോഷങ്ങൾ നടക്കുന്ന മാസം. നല്ല വിളവെടുക്കാൻ സഹായിച്ച ഭൂമി, സൂര്യൻ, കൃഷി ഇറക്കുമ്പോൾ കർഷകൻ്റെ അധ്വാനത്തിന് കൂടെ നിന്ന നാൽക്കാലികൾ, അതായത് കാള, പശുക്കൾ, ഇതിനൊക്കെ നന്ദി അറിയിക്കുക എന്നതാണ് പൊങ്കൽ ഉത്സവത്തിൻ്റെ ചരിത്രമായി പറയുന്നത്. തികച്ചും പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ഉത്സവം തന്നെയാണ് പൊങ്കൽ. കാർഷിക മേഖലയെ ഒരു ജീവിതചര്യയാക്കി മാറ്റിയ തമിഴ് ജനത അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്നാണ് പൊങ്കൽ ഉത്സവം. വിളവെടുപ്പ് ഉത്സവം കൂടിയാണ് പൊങ്കൽ. ധനുമാസത്തിൻ്റെ, അതായത് മാർഗഴി മാസത്തിൻ്റെ അവസാന ദിവസവും മകരമാസത്തിൻ്റെ, തൈമാസത്തിൻ്റെ ആദ്യത്തെ 3 ദിവസവുമാണ് പൊങ്കൽ ആഘോഷിക്കുന്നത്. തമിഴ് മാസമായ തൈമാസം 1-ന് അതിരാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ കിഴക്ക് ദർശനമായിട്ട് മുറ്റത്ത് ഒരു അടുപ്പ് കൂട്ടുന്നു. ആ അടുപ്പിൽ മൺപാത്രത്തിൽ പാലും വെള്ളവും ഒഴിച്ച് അത് തിളച്ചു വീഴുന്നതിനെയാണ് പൊങ്കൽ എന്ന് പറയുന്നത്. ശിലായുഗ കാലത്തിൽ ഈ ഉത്സവത്തിന് പറഞ്ഞിരുന്ന പേര് പുതു ഈട് എന്നാണ്. 1-ാമത്തെ ദിവസം, അതായത് ഭോഗി പൊങ്കൽ എന്ന് പറയുന്ന ദിവസത്തിൽ പഴയതും വേണ്ടാത്തതുമായ എല്ലാം അഗ്നിക്ക് സമർപ്പിക്കുക എന്നതാണ്. കൂടെ നമ്മുടെ ദുഃഖങ്ങൾ, നഷ്ടങ്ങൾ ഇതൊക്കെ ഉപേക്ഷിക്കുക. വിളയിറക്കാനും വിളവെടുക്കാനും കാലാവസ്ഥയിൽ അനുകൂല സാഹചര്യം ഒരുക്കി തന്ന സൂര്യദേവന് നന്ദി പ്രകടിപ്പിക്കുന്ന ഉത്സവമാണിത്. അതുകൊണ്ട് തന്നെ വീടും പരിസരവും വൃത്തിയാക്കി ഉത്സവത്തിന് ഒരുങ്ങുന്നു. ചെങ്കരിമ്പും ചെറുവുള പൂക്കളും മാവിലകളും വാഴകളും ഒക്കെ കൊണ്ട് വീടും വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ അലങ്കരിക്കും. 2-ാമത് മനപ്പൊങ്കൽ, തൈപ്പൊങ്കൽ, അതായത് വീട്ടിൽ ബന്ധുമിത്രാദികളുമായിട്ടൊക്കെ ആഘോഷിക്കുന്ന ദിവസമാണിത്. വീട്ടുമുറ്റത്ത് ചാണകം കഴുകി പല നിറങ്ങളിലുള്ള കോലം വരയ്ക്കും. വീടിന് പുറത്ത് വെച്ച് പാലിൽ അരിയിട്ട് വേവിക്കും. അതുപോലെ തന്നെ കരിമ്പ്, അരി, പഴം, നാളികേരം ഈ സാധനങ്ങളൊക്കെ സൂര്യദേവന് സമർപ്പിച്ച് എല്ലാ കുടുംബാംഗങ്ങളും ഒരുമിച്ച് പ്രാർത്ഥിക്കും. പുതുതായി വിവാഹം കഴിച്ച ബന്ധുക്കളുണ്ടെങ്കിൽ അവർക്ക് പുത്തൻ വസ്ത്രങ്ങൾ നൽകുക എന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്. മാട്ടുപ്പൊങ്കലിന് കാർഷിക മേഖലയിലുള്ളവർക്ക് പ്രധാനമായ ദിവസമാണ് മാട്ടുപ്പൊങ്കൽ. തൊഴുത്ത് അലങ്കരിക്കും, കന്നുകാലികളെ അലങ്കരിക്കും, അവയൊക്കെ പൂജിക്കും. ഇതാണ് പ്രധാന ചടങ്ങ്. കന്നുകാലികൾക്ക് മധുരവും പായസവും നൽകും. ഇനി കാണിപ്പൊങ്കൽ എന്ന് പറഞ്ഞാൽ കാണും പൊങ്കൽ എന്നാണ് അർത്ഥം. ഈ ദിവസം ബന്ധുമിത്രാദികളൊക്കെ വരും, പുതുവസ്ത്രങ്ങൾ, സമ്മാനങ്ങളൊക്കെ കൈമാറും. വലിയ കർഷകർ തൊഴിലാളികൾക്ക് പുതുവസ്ത്രങ്ങളും സമ്മാനവും വിരുന്നും ഒക്കെ നൽകി വരുന്ന ഒരു ദിവസം കൂടിയാണ്. തമിഴ് ജനതയുടെ സ്വകാര്യ അഹങ്കാരമായ ജല്ലിക്കെട്ട് ഈ ദിനങ്ങളിലാണ് തമിഴ്നാടിൻ്റെ ഗ്രാമങ്ങളിൽ നടക്കുക. തമിഴരുടെ പാരമ്പര്യത്തിലുള്ള വിശ്വാസത്തിന്റെ ഒരു തെളിവ് തന്നെയാണ് ഈ ജല്ലിക്കെട്ട്. അതായത് പാഞ്ഞു വരുന്ന കാളയെ മുതുകിൽ പിടിച്ച് അടക്കുന്നവരാണ് വീരന്മാർ. ഒരു നിമിഷത്തെ അശ്രദ്ധ കാളയുടെ കൊമ്പുകൾ വയറ്റിൽ കുത്തിക്കയറും എന്ന് അറിഞ്ഞിട്ടും ഒരു ആയുധവും ഇല്ലാതെ വെറും കൈകളോടെ കാളയെ മെരുക്കാൻ ഇറങ്ങുന്ന യുവാക്കൾ. തമിഴ്നാട്ടിൽ അവർ വില്ലാളി വീരന്മാരാണ്. അവർക്ക് വീരപരിവേഷമാണ് നൽകുന്നത്. കാളകളെ അടക്കുന്ന വീരന്മാർക്കും അടക്കാത്ത കാളയുടെ ഉടമകൾക്കും സമ്മാനം ലഭിക്കും. അതുപോലെ തന്നെ പുതുക്കോട്ട തച്ചൻ കുറിശിയിൽ ജല്ലിക്കെട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ്. തമിഴ്നാട്ടിൽ 4000-ഓളം ഗ്രാമങ്ങളിൽ ചെറുതും വലുതുമായ ജല്ലിക്കെട്ടുകൾ നടക്കാറുണ്ട്. ഈ ദിവസങ്ങൾ പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്ന ആഘോഷ ദിവസങ്ങളാണെങ്കിൽ പോലും മനസ്സിനും ഒക്കെ ഒരുപാട് സന്തോഷം നൽകുന്ന, ഇതുപോലെ കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക്, പ്രകൃതിയുമായി ചേർന്ന് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഒരുപാടൊരു പോസിറ്റിവിറ്റി നിറയ്ക്കുന്ന, ഇനി നല്ല ശുഭപ്രതീക്ഷയോടെ മുന്നോട്ട് പോകാനൊക്കെ സഹായിക്കുന്ന ദിവസങ്ങളാണ് പൊങ്കൽ ദിനങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമ്മൻസ്.